ഇപ്പോൾ ഇതിൻ്റെ ഒരു ടൈറ്റിലും ബേസ്ഡ് ഓൺ ട്രൂ ഇവൻറ്റ്സ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇപ്പം നേരത്തെ സുനിൽ ചേട്ടനും പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്, എത്രത്തോളം ട്രൂ ആണ് അങ്ങനെയുള്ള. അപ്പോൾ നമ്മുടെ സാമൂഹികമായിട്ട് പ്രശ്നങ്ങൾ കണക്ട് ചെയ്യുമ്പോൾ ഈ മൂവിയിൽ ഇങ്ങനെ എന്തൊക്കെ വരുന്നുണ്ട്? അതായത് നമ്മളിപ്പോൾ ഡെയിലി ഒരു ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുമ്പോഴുള്ള എല്ലാ കാര്യങ്ങളും ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അപകടകരമായിട്ട് നടക്കുന്ന പല കാര്യങ്ങളും കണക്ട് ചെയ്ത് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് എടുത്തു പറയുന്നില്ല, പ്രത്യേകിച്ച് ചിത്രം പറയാം. നമ്മുടെ നാടുകളിൽ, കേരളത്തിൽ ഒരു 80% വീടുകൾ നോക്കിയാലും കാരണന്മാർ തന്നെയുള്ളൂ. മക്കളൊക്കെ പല ആവശ്യങ്ങൾക്കായിട്ട് ഒന്നെങ്കിൽ ജോലിക്ക് വേണ്ടിയായിരിക്കും അല്ലെങ്കിൽ പഠന ആവശ്യങ്ങളൊക്കെ ആയിരിക്കും വിദേശത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ഈ ഒരു നാട്ടിലെ സാഹചര്യം അനുസരിച്ച് എല്ലാവരും വിദേശത്തേക്ക് പോകുന്ന കാശുണ്ടാക്കി അവരുടെ ജീവിതം ഒരു മുമ്പോട്ട് ഭദ്രമാക്കാൻ വേണ്ടിയാണ്. അതല്ലെങ്കിൽ അതിനകത്ത് ഒരു സാമ്പത്തിക നിലനിൽപ്പില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് വിദേശത്ത് പോകാതിരിക്കാനും വയ്യ. അങ്ങനെ പല സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ, മക്കൾ വിദേശത്തിരുന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, മാതാപിതാക്കൾ തന്നെ ഇരുന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതെല്ലാം കൂടെ നമ്മൾ കൂട്ടിയിണക്കിക്കൊണ്ട് അതിനെന്തൊരു സൊല്യൂഷനാണെന്നുള്ള കാര്യം, ആ ഒരു സൊല്യൂഷനാണ് നമ്മൾ നമ്മുടെ രീതിക്ക് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതൊരു ചോദ്യചിഹ്നമായിട്ടാണ്, ഒരു ഓപ്ഷൻ പോലെ നമ്മൾ കൊടുക്കുകയാണ്. അപ്പം അതിനകത്ത് കാണുന്ന പ്രേക്ഷകരാണ് അല്ലെങ്കിൽ ജനങ്ങളാണ് അതിലേത് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ഇതിലേക്ക് എത്തുന്നത്. നമ്മൾ അതിൻ്റെ പോസിറ്റീവ് വശങ്ങളും പറയാൻ ഓൾഡ് ഏജ് ഹോം ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറയുന്നത്. അപ്പം അതിനൊരു പോസിറ്റീവ് വശങ്ങളും പറയുന്നുണ്ട്, നെഗറ്റീവ് വശങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പം അതിൽ ഏത് വേണം എന്നുള്ളത് കാണുന്നവരാണ് തീരുമാനിക്കേണ്ടത്.